നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കറണ്ട് എനർജി, യുവർ കറണ്ട് എനർജി ആണ് കേട്ടോ. കറണ്ട് എനർജി ഓഫ് യു നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? ഈ നിമിഷം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ എനർജി എന്താണ്? ഓക്കെ, വീഡിയോ ടൈംലെസ് ആണ്. എപ്പോൾ നിങ്ങൾ കാണുന്നോ അപ്പോഴായിരിക്കും വാലിഡിറ്റി. ഈ നിമിഷം നിങ്ങളുടെ എനർജി എന്താണ്? ഈ നിമിഷം നിങ്ങളുടെ എനർജി എന്തായിരിക്കും നോക്കാം. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഒരു വ്യക്തിയെയാകാം, പണത്തിനെയാകാം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ മുൻപ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള കുറേ നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിനെ മൂല്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് ആവാം, പണമാകാം, അതിന് നിങ്ങൾക്ക് വളരെ വാല്യൂ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പണത്തിനെ ആയാലും ആളിനെ ആയാലും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തത് 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളൊരു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സ് നിറയെ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങളൊരു ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇമോഷണലി വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അനുഭവം ഇന്നേ ദിവസം ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. 3 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരു നല്ലൊരു സെലിബ്രേഷൻ മൂഡിലിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. മൂന്നാമത്തെ കാർഡ് പേജ് ഓഫ് വാൺസ് ആണ്. ആദ്യം കണ്ട പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ അതേ കാർഡാണ് പേജ് ഓഫ് വാൺസ്. അതായത് നിങ്ങൾ തൊട്ട് മുൻപ് വളരെ കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം, അതൊരു പാഷനാവാം, ഒരു പേഴ്സൺ ആവാം, നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ്. നിങ്ങൾ ഉപേക്ഷിച്ചാകാം, നിങ്ങളെ ഉപേക്ഷിച്ചതാകാം. ഇപ്പോൾ നിങ്ങൾ എന്ത് റിസ്ക് എടുത്തും അത് നേടണമെന്നാഗ്രഹിച്ച് വളരെ അത്യാഹ്ലാദത്തോടു കൂടി അവരെക്കുറിച്ച് ആലോചിച്ച് അവരെ മാത്രം സ്നേഹിച്ച് മതിമറന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്യാഹ്ലാദത്തോടു കൂടി അതിനെ നേടണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ടും ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ റിസ്ക് ടേക്കേഴ്സ് തന്നെയാണ്. നിങ്ങൾ റിസ്ക് ടേക്കേഴ്സാണ്. ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത കാർഡ് സൺ കാർഡാണ്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടായതായിട്ടും കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഹീൽ ചെയ്യുന്ന ആളുകളായിരുന്നെങ്കിൽ നിങ്ങൾ വളരെയധികം ഹീൽ ചെയ്യപ്പെട്ടതായും നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നാണ് കാണുന്നത്. അടുത്തത് ജസ്റ്റിസ്. നിങ്ങൾക്ക് നീതി കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും, ഈ നിമിഷമായിരിക്കും നിങ്ങൾക്ക് നീതി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയില്ലയോ അല്ലെങ്കിൽ എന്തോർത്തായിരുന്നോ നിങ്ങൾ വേദനിച്ചിരുന്നത്, അവിടെ എന്തോ ഒരു ആശ്വാസത്തിനുള്ളൊരു വക നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് ഏസ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയതാവാം, ഒരു മെൻ്റൽ ക്ലാരിറ്റി വന്നതായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടായതായും കാണുന്നുണ്ട്. ഓക്കെ, താങ്ക്